ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും വലിയൊരിതില്ലായിരുന്നു. ഡാൻസിൻ്റെോട്ടുള്ള മുന്നോട്ടും എന്ന് വിചാരിച്ചപ്പോൾ അവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഡാൻസ് പോലെ അല്ല ആക്ടിങ്, അത് ഒരു വേറെ സംഭവം. സൂര്യ സാറൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിന്നിട്ടുണ്ട്. ലാൽ സാറിനെ പറയേണ്ട ആവശ്യമില്ല, സാറ് വരുമ്പം തന്നെ കയ്യിൽ രോമൊക്കെ ഇടിക്കും. വഴിയിൽ നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവാം, കുത്തുവാക്കുകൾ ഉണ്ടാവാം. ഇത് ശരിയാവാൻ പോകുന്നില്ല, നീ മറ്റെന്തെങ്കിലും ഒരു സ്ഥിര വരുമാനമുള്ള പണി ചെയ്താൽ മതി. ഉണ്ട്, അത് ഒരുപാട് ഫാമിലി തന്നെ ഉണ്ട്. തരണം ചെയ്ത് നിൽക്കുന്ന എൻ്റെ വൈഫ് സപ്പോർട്ടിങ് ആണ്. പുള്ളിക്കാരി എനിക്കറിയത്തില്ല, പുള്ളിക്കാരി എൻ്റെ പ്രൊഫഷണലോട് ഭയങ്കര ഇതാണ്. എല്ലാം മാനേജ് ചെയ്ത് പോകണം, അത് മാനേജ് ചെയ്ത് പോയേ പറ്റൂ. ലൈഫ് ആകുമ്പോൾ അങ്ങനെയൊക്കെയല്ല, എല്ലാം മാനേജ് ചെയ്യണം. ഒരിക്കലും പഠിക്കത്തില്ല, എന്നാലും പഠിക്കണം, മാക്സിമം പഠിക്കണം. മാക്സിമം നമ്മളെല്ലാം നല്ലത് കൊടുക്കും. അവർക്ക് ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ടെന്ന് അപ്പം പറയുമോ, അവർ നമ്മളെ ഇങ്ങനെ കൊതിപ്പിച്ചിട്ട് ലാസ്റ്റ് അവരെ ആരെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. ഡാൻസിൻ്റെ ഇതിൽ എനിക്ക് പ്ലാനിങ് ഇല്ല. നല്ലത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോവും, ഇല്ലെങ്കിൽ റിട്ടയർ ടൈം ഉണ്ട്, അപ്പോൾ ഡാൻസൊക്കെ നിർത്തേണ്ടി വരും. ഇവിടെ ഒരു വലിയ ഡാൻസ് ക്ലാസ് തുടങ്ങണമെന്നാണ് ആഗ്രഹം. സിറ്റിയിൽ തന്നെ, ഇവിടെ അല്ല, വൈഫിൻ്റെ അവിടെ പത്തനംതിട്ടയിൽ കലാഭമണി. ചേട്ടൻ മാത്രം. എന്നെ സംബന്ധിച്ചോളം മണിച്ചേട്ടനാണ് എനിക്ക് ഫേവറേറ്റ്. ശൈലിയിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇന്നൊരാളെ സ്റ്റൈൽ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ചെയ്തിട്ടുമില്ല. എൻ്റെ സ്റ്റൈൽ, ഒള്ളി എൻ്റെ സ്റ്റൈലിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഡാൻസ് ചെയ്യുകയും ചെയ്യും, അഭിനയിക്കുകയും ചെയ്യും. എനിക്ക് സിനിമയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോയെങ്കിലും ചെയ്യും. റിസൾട്ട് കാണുന്നില്ല, അങ്ങനെ ഒരു ഡെസ്പറേഷൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? പിന്നെ ഉറപ്പായിട്ട്, അത് ഇല്ലാത്ത ആരുമില്ല അങ്ങനത്തെ സിറ്റുവേഷൻ. കരഞ്ഞിട്ടുണ്ട് ഞാൻ. ഒരു ഓഡീഷനിൽ തന്നെ ഞാൻ കറുപ്പായതുകൊണ്ട് പുള്ളിക്കാരെ എന്നെ പറഞ്ഞു വിട്ടു. നമുക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരുന്നാലും രക്ഷപ്പെടും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇപ്പോൾ ആരെയും അടിച്ചു താഴ്ത്തിയിട്ട് എനിക്ക് ഒടുത്തും ചെല്ലണമെന്നും എനിക്ക് ആഗ്രഹമില്ല. ജോലിയായിരിക്കാം, ഏതെങ്കിലും പഠിത്തത്തിൽ വീക്കാണ്, എന്തെങ്കിലും കൂലിപ്പണിയായിരിക്കും, അത് ഉറപ്പായിരുന്നു. അല്ലാതെ വേറെ ഒന്നും പഠിച്ച് രക്ഷപ്പെടാനൊന്നും എന്തായാലും നടന്നിട്ടില്ല. ഹായ് എവരിവൺ, വെൽക്കം ടു മാറ്റിനി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടാലൻ്റഡായിട്ടുള്ള ഡാൻസറായിട്ടുള്ള അസിസ്റ്റൻറ്റ് ഡാൻസർ കൊറിയോഗ്രാഫറും ഒപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറും ആയിട്ടുള്ള, ഒപ്പം ഒരു ഇൻഫ്ലുവൻസറും കൂടിയായിട്ടുള്ള ശരത്തിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെൽക്കം സർ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറാണ്, അസിസ്റ്റൻറ്റ് ഡാൻസ് കൊറിയോഗ്രാഫറാണ്. ഇങ്ങനെ ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ ഒരുപാട് ഫേസസിലൂടെ വന്നിട്ടുണ്ടാവുമല്ലോ ലൈഫിൻ്റെ. എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എൻ്റെ അമ്മ ഡാൻസറായിരുന്നു, അതുവഴിയായിരിക്കാം ഡാൻസിലോട്ട് വന്നത്. കൊച്ചുകാലോട്ട് ഡാൻസ് ഇഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ നാട്ടിലെ ഒരു നമ്മളെ എന്താ പറയുക, പൗരസമിതി എന്നൊക്കെ പറയില്ലേ, ഓണത്തിന് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഡാൻസ് കളിച്ച്. പിന്നെ അങ്ങനെ കളിച്ച് ഓരോരോ ടീമിൽ കയറി. പിന്നെ ഞാൻ ഒരു ടീമെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സതീഷ് മാസ്റ്റർ എന്ന് പറയും, അതാണ് എൻ്റെ ഫസ്റ്റ് മാസ്റ്റർ. പുള്ളിയിൽ നിന്ന് പഠിച്ച് പിന്നെ ഞാൻ കിരൺ മാസ്റ്ററിൻ്റെ അടുത്ത് വന്നു. പുള്ളിയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ഏഷ്യനെറ്റിൽ ഡാൻസറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫെഫ്കയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാസ്റ്ററിൻ്റെ കൂടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ഫെഫ്കയിൽ സ്ഥിരമായിട്ട് ഉണ്ണിച്ചേട്ടൻ്റെ കൂടെയും മനോജറിൻ്റെ കൂടെയും ഫിലിമിൽ വർക്ക് ചെയ്യും. കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഫാമിലി സപ്പോർട്ടാണ് ഡാൻസിന്? സപ്പോർട്ടാണ്. വൈഫ് നല്ല രീതിയിൽ സപ്പോർട്ടാണ്, അമ്മയും സപ്പോർട്ടാണ്, എല്ലാവരും സപ്പോർട്ടാണ്. അവർ ചെറുപ്പം മുതലേ ഇൻസ്പയർ ചെയ്യാറുണ്ടായിരുന്നോ ഇതിലേക്ക് തന്നെ എത്തണം, അല്ലെങ്കിൽ ഇത് തന്നെ പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യണം? ഇല്ലല്ല, 10th പഠിക്കുന്ന സമയത്തൊന്നും വലിയൊരിതില്ലായിരുന്നു. ഡാൻസിൻ്റെോട്ടുള്ള മുന്നോട്ടും എന്ന് വിചാരിച്ചപ്പോൾ അവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഡാൻസ് എന്നുള്ളത് ഒത്തിരി ഉണ്ടായിരുന്നു, വഴക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഇതാണ് താല്പര്യം, അങ്ങനെ ഡാൻസിലോട്ട് പോയി. പക്ഷെ ഡാൻസല്ല, ഞാൻ കൊച്ചാലോട്ട് ഡാൻസും ആക്ടിങ്ങും കൂടിയാണ് കൊണ്ടുപോയത്. പൈതൃകത്തിൽ അമ്മ നാടകത്തിലായിരുന്നു കൊച്ചിലെ ഡാൻസർ, വിത്ത് നാടകം ആക്ടിങ്ങും ആയിരുന്നു. അമ്മയുടെ കൂടെ തന്നെ ഞാൻ പൈതൃകം എന്ന് പറയുന്ന ഒരു മുരളി സാറിൻ്റെ പണ്ടത്തെ അവരുടെ കൂടെ ഞാൻ നാടകത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഡാൻസിന് ഒരു സ്ഥിരമാക്കിയപ്പോൾ പിന്നെ ആക്ടിങ് കുറച്ച് മതിയാക്കിയിട്ട് ഡാൻസ് പ്രൊഫഷണൽ ആക്കി വെച്ചു. പിന്നെയും ആക്ടിങ്
ചെയ്തു. പിന്നെ സീരിയൽ ഒരു 2 സീരിയൽ ചെയ്തു. പിന്നെ സീരിയൽ അങ്ങ് നിർത്തി. പിന്നെ ഡാൻസ് ഫിലിമിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു. ഇപ്പോഴും ഡാൻസും ആക്ടിങ്ങും കൂടി കൊണ്ടുപോകുന്നതാണ് ആഗ്രഹം. സിനിമ അല്ലെങ്കിൽ ഡാൻസ് എന്നുള്ള 2 ചോയ്സ് തന്നാൽ അതിൽ ഏതായിരിക്കും ഏറ്റവും ആദ്യം ചൂസ് ചെയ്യുക? ആക്ടിങ് എനിക്ക് ആക്ടിങ് ആയിരിക്കും. അഭിനയത്തിനോടാണ് കൂടുതൽ താല്പര്യം. അതെ. ഭാവിയിൽ അഭിനയത്തിലേക്കൊക്കെ എത്താൻ ശ്രമിക്കുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എത്തുന്നില്ല. ഡാൻസും അതൊരു ഡാൻസിൽ കൂടെ കയറണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇതൊരിക്കും ഒന്നും ആയിട്ടില്ല. ബട്ട് ഡാൻസ് മാത്രം അങ്ങനെ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ എനിക്ക് ഡാൻസും ആക്ടിങ്ങും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ നടക്കും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആക്ടിങ് തന്നെ മെയിൻ എനിക്ക്. ഇപ്പോൾ ലാലേട്ടൻ്റെ വൺ ഹിറ്റ് ആയിട്ടുള്ള തുടരും മൂവിയിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ടും അതുപോലെ ഈ അടുത്ത് റിലീസായ സൂര്യ സാറിൻ്റെ റെട്രോ മൂവിയിലും ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ടൊക്കെ ചെയ്തല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്? അതുപോലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങളുടെ ഒപ്പം ആ ഒരു സെറ്റിൽ ചെറിയൊരു ഭാഗമാകുമ്പോൾ അവരുടെ സെറ്റിലുള്ള രീതികളും ഒക്കെ കാണുമ്പോൾ അത് അഭിനയത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർ അത് ചെയ്യുന്ന കാണുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഊർജിതം കിട്ടുന്നത്. ഡാൻസ് പോലെ അല്ല ആക്ടിങ്. അത് ഒരു വേറെ സംഭവമാണ്. സൂര്യ സാറൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിന്നിട്ടുണ്ട്. ലാൽ സാറിൻ്റെ കൂടെ ഞാൻ ഇത് 2ാമത്തെ സോങ്ങാണ്. ഫസ്റ്റ് സോങ് ബിഗ് ബ്രദർ ആയിരുന്നു. ഇത് 2ാമത്തെ സോങ്. ലാൽ സാറിനെ പറയേണ്ട ആവശ്യമില്ല. സാറ് വരുമ്പം തന്നെ കയ്യിൽ രോമനൊക്കെ ഇടിക്കുകയോ. പുള്ളിക്കാരൻ അത് വേറൊരു ഇതാണ്. അപ്പോൾ എനിക്കവരെ പറ്റി പറയാൻ ഞാനൊന്നുമല്ല ഒന്നാമത്തെ കാര്യം. അവരൊക്കെ ഓൾറെഡി അവരൊക്കെ വലിയ ആൾക്കാരാണ്. പിന്നെ അവരെ കണ്ട് പഠിക്കാൻ കുറേ ഉണ്ടെന്നുള്ളൂ, ഇഷ്ടംപോലെ ഉണ്ട്. ആ സെറ്റിൽ നിന്ന് അങ്ങനെ ഡാൻസിനെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ അഭിനയത്തെ പറ്റിയാണെങ്കിലും അവരിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ള നിലയിൽ അവരിൽ നിന്ന് പഠിക്കാൻ പറ്റുക ഒത്തിരി ഉണ്ട്. അത് ഡയലോഗ് ഡെലിവറി ആയിരുന്നാലും അവർ ക്യാമറയുടെ പൊസിഷൻ, അത് പല കാര്യങ്ങളും ഒരു മൂവി ചെയ്തായിരുന്നു. മൂവിയുടെ പേരെനിക്ക് ഓർമ്മയില്ല. അത് കൊടൈക്കനാൽ വെച്ചായിരുന്നു. എസ്.ജെ. സൂര്യ സാർ ഒരു ലെങ്ത് ഷോട്ട് ഡയലോഗ് എങ്ങനെ പറഞ്ഞു അറിഞ്ഞൂടാ. എങ്ങനെ പറഞ്ഞാലും ഒരു 5 മിനിറ്റ് കാണാം ആ ഡയലോഗ്. ക്യാമറ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുള്ളി എങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒറ്റ ടേക്കിൽ ഓക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ? നമ്മൾ അതൊക്കെ കണ്ട് പഠിക്കുന്നു. ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെയാണ് ആക്ടിങ്ങിൻ്റെ പല കാര്യങ്ങളും അതിലുണ്ട്. സോ ഞാൻ അത് പലയിടത്തും പല മൂവിയിലും ചെയ്യുമ്പോൾ ഞാൻ പലതും ക്യാച്ച് ചെയ്യാറുണ്ട്. ആക്ടിങ് മാത്രമല്ല, ഡാൻസിൽ ചെയ്യുന്ന മാസ്റ്റർമാർ ചെയ്യുന്ന ഓരോരോ ക്യാമറ പൊസിഷൻ ആയിരുന്നാലും ലൈറ്റിംഗ് ആയിരുന്നാലും പലതും ഐഡിയാസ് ആയിരുന്നാലും പലതും ഞാൻ പഠിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ശരി മാസ്റ്ററിൻ്റെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പുള്ളിക്കാരന് ഭയങ്കര ഐഡിയാസാണ്. അതുപോലെ തന്നെ മനോജ് മാസ്റ്റർ, എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ കൂടിയാണല്ലോ. അപ്പോൾ ഒരു പൊതുധാരണ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല, നമുക്ക് കുറച്ച് സമയം ഫോണിൻ്റെ മുമ്പിൽ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ കുറച്ച് 2-3 വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാൽ മതിയല്ലോ, കുറേ ഫോളോവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ പൈസ വരുമല്ലോ. അങ്ങനെ കുറച്ച് ആൾക്കാർക്കൊരു ധാരണ ഉണ്ടല്ലോ, ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. എന്താണ് അതിനെപ്പറ്റി തോന്നുന്നത് ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണെന്നുള്ള നിലയിൽ? എന്നെ സംബന്ധിച്ചോളം ഇപ്പം ഒരു വീഡിയോ എടുക്കുന്നത്, ഞാൻ എടുക്കുന്നത് ടൈമൊക്കെ ചിലപ്പോൾ രാവിലെ ആയിരിക്കും. ഒരു 6 മണിക്ക് തുടങ്ങും. ഞങ്ങളെ ഫ്രീ ടൈം നോക്കിയാണ്. പിന്നെ എൻ്റെ ക്യാമറാമാൻ്റെ ഷൈജുവിൻ്റെ ഫ്രീ നോക്കിയാണ്. പിന്നെ എൻ്റെ കൂടെ ഞാനിപ്പോൾ ആകെപ്പാടെ നമ്മൾ 3 പേരാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം ഫ്രീ നോക്കിയിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ ബുദ്ധിമുട്ടും അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. എഡിറ്റ് ചെയ്യണത് ഞാനാണ്. അത് എടുത്ത് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ അതിന് തന്നെ കുറേ ടൈം എടുക്കും. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 1 ഡേ പോകും. ഈ പറയുന്നവർക്ക് എന്തും പറയാം, അതിൻ്റെ ബാക്കിൽ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. വെറുതെ ഒരു വീഡിയോ കണ്ടിട്ട് ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാൻ എല്ലാവർക്കും പറ്റും, എനിക്കും പറ്റും. പക്ഷെ അതെങ്ങനെ എടുക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ്, അതാർക്കും അറിയത്തില്ല. അത് ചെയ്യുന്നവർ എങ്ങനെയെന്ന് ചെന്ന് നോക്കുമ്പോഴേ മനസ്സിലാവും.
ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെ വീഡിയോ എടുക്കുന്നത്. രാവിലെ നൈറ്റ് വെള്ളം ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് മുമ്പ് കൺസെപ്റ്റ് അത് ഏത് ആംഗിളിൽ നിന്ന് എടുക്കണം അങ്ങനെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ പ്ലാനഡ് ആയിട്ട് പോയി ഞാൻ ചെയ്യില്ല. ഞാൻ ചെന്ന് ലൊക്കേഷനിൽ വെച്ച് പ്ലാൻ ചെയ്ത് ഫ്രെയിം അങ്ങനെയൊക്കെ നോക്കി കുറയും. അപ്പം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ കണക്കിന് പ്ലാനഡ് ആയിട്ട് പോകുന്നതാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഗ്രൂപ്പോ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. സ്പോട്ടിൽ ചെന്ന് പ്ലാൻ ഉണ്ടായിരിക്കും. ഫ്രെയിം എങ്ങനെയാണ്, എങ്ങനെ വെക്കണം എന്നൊക്കെ ഉള്ളൊരു സോങ് കേട്ട് ഞാൻ പ്ലാൻ മൈൻഡിൽ വെച്ചിരിക്കും. അവിടെ ചെല്ലുമ്പം ചിലപ്പോൾ ഉദ്ദേശിച്ച സ്ഥലം അല്ലെങ്കിൽ അവിടെ വെക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ അത് ചേഞ്ച് ആവും. അത് ഫ്രെയിം മാത്രം ചേഞ്ച് ആവും. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ഞാൻ അവിടെ ചെന്ന് മാക്സിമം എല്ലാം ചെയ്യത്തുള്ളൂ. സോങ് മാത്രം കേട്ടോണ്ടങ്ങ് പോകത്തുള്ളൂ. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ പൊതുവെ എല്ലാവരും സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് മാറിയാണല്ലോ നമ്മൾ സഞ്ചരിക്കാൻ ചിന്തിക്കുന്നത്. ഒരു ഡാൻസർ ആണെങ്കിലും അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ അപ്പോൾ പൊതുവെ അങ്ങനെ ഉള്ള ഒരു വഴിയിൽ നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവാം, കുത്തുവാക്കുകൾ ഉണ്ടാവാം. ഇത് ശരിയാവാൻ പോകുന്നില്ല, നീ മറ്റെന്തെങ്കിലും ഒരു സ്ഥിര വരുമാനമുള്ള പണി ചെയ്താൽ മതി, അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ കഴിവിനെ സംശയിപ്പിക്കുന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ പൊതുവെ. അങ്ങനെ വന്നിട്ടുണ്ടോ? ഉണ്ട്. അത് ഒരുപാട് ഫാമിലി തന്നെ ഉണ്ട്. അതിനെല്ലാം ഞാൻ തരണം ചെയ്ത് നിൽക്കുന്നത് എൻ്റെ വൈഫ് സപ്പോർട്ടിങ് ആണ്, നിഷ, ഡോക്ടർ നിഷ. പുള്ളിക്കാരി എനിക്കറിയത്തില്ല, പുള്ളിക്കാരി എൻ്റെ പ്രൊഫഷണലോട് ഭയങ്കര ഇതാണ്. പുള്ളിക്കാരി ആക്ട് ചെയ്യും, എന്നെ സപ്പോർട്ടിങ് ആണ്. ഇപ്പോൾ പുള്ളിക്കാരിയുടെ കൂടെ പോകാനുള്ളതാണ് ഞാൻ. അപ്പോൾ എൻ്റെ ലോകം ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരി നീ ഇന്നാ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നോക്ക്, നീ എല്ലാം ഒന്ന് സെറ്റാക്ക് എന്നും പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോഴും സപ്പോർട്ട്. ഇപ്പോൾ ക്യാഷ് ആയിരുന്നാലും മെൻ്റലി ആയിരുന്നാലും എല്ലാത്തിനും പുള്ളിക്കാരിയാണ് സപ്പോർട്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഒരു കുടുംബമുണ്ട്, അതുപോലെ ഡാൻസറാണ്, ഇപ്പോൾ ഇതുപോലെ കൊറിയോഗ്രാഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരേ സമയം ചെയ്യണമല്ലോ. അപ്പം അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫാമിലിയിൽ എനിക്ക് ആക്ച്വലി നിഷ കുട്ടികളെ പോലെ, അപ്പം എനിക്ക് വലിയ പാടൊന്നുമില്ല. വരും, ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, ഇതൊക്കെ തന്നെ പുള്ളിക്കാരിയത്. നമ്മളെ ഹാപ്പിയാണ്. അങ്ങനെ പുള്ളിക്കാരി ഇതിലൊന്നുമില്ല. എനിക്ക് പിന്നെ വർക്കിൽ മാത്രം ടെൻഷൻ, നൈറ്റ് ഷൂട്ട്, പിന്നെ വെയിലത്തൊക്കെ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം മാനേജ് ചെയ്ത് പോകണം. അത് മാനേജ് ചെയ്ത് പോയേ പറ്റൂ. ലൈഫാകുമ്പോൾ അങ്ങനെയൊക്കെയല്ല, എല്ലാം മാനേജ് ചെയ്യണം. പഠിക്കണമല്ല, ഒരിക്കലും പഠിക്കത്തില്ല, എന്നാലും പഠിക്കണം, മാക്സിമം പഠിക്കണം. ഇപ്പം ഈ ഒരു ജേർണിയിൽ എനിക്ക് ഇത്ര ഇൻഫർമേഷൻ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം പഠിക്കാൻ പറ്റണം, അങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, അത് പറ്റുന്നുണ്ടോ? ഇങ്ങനെ ത്രൂ ഔട്ട് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അത് ഇനിയും പല ഫേസസിലേക്ക് എത്തിയാലേ പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ടേക്ക് ഇനി എത്തണം, അങ്ങനെയാണോ ചിന്തിക്കണേ? അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഒന്ന് പഠിക്കുമ്പോഴേക്കും അടുത്തത് വരും, അതും പഠിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ഒന്ന് മാത്രം പഠിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല. ഫിലിമിൽ ഡാൻസ്, കൊറിയോഗ്രാഫി അങ്ങനത്തെ ഇതിൽ ഞാൻ കണ്ടെടുത്തോളം, ഞാൻ മാസ്റ്റർമാരെ കണ്ടെടുത്തോളം ഐഡിയാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. കൊറിയോഗ്രാഫി, ഫ്രെയിംസ്, ഇങ്ങനെ അതിൽ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ പോയി. പിന്നെ തിരിച്ചു വരക്കം എനിക്കറിയത്തില്ല, തിരിച്ചു വരുന്നവരുണ്ട്, പക്ഷെ ഒന്ന് പാളിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ താഴെയാണ്. അതുകൊണ്ട് മാക്സിമം എല്ലാം നല്ല രീതിയിൽ മൈൻഡിൽ കൺട്രോൾ ചെയ്ത് നമുക്കത് ചിന്തിച്ചൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫിലിമിൽ നമ്മൾ ഇപ്പം റീല് പോലെ വീഡിയോ പോലെ നല്ല ഫിലിം, അത് വേറെ ലോകം, ഇത് വേറെ. വരും കാലങ്ങളിൽ അഭിനയത്തിലേക്കൊക്കെ കടക്കാൻ സാധ്യതയുണ്ടോ? അത് എൻ്റെ കയ്യിലല്ല ഒന്നാമത്തെ കാര്യം. ശ്രമിക്കുന്നുണ്ടോ അതിനുവേണ്ടി? ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷത്തിന് മുമ്പ് വരെ ഞാൻ ശ്രമിച്ചിരുന്നു. എല്ലായിടത്തും ഓഡിഷന് പോയിരുന്നു. വർക്ക് കളഞ്ഞിട്ടൊക്കെ ഓഡിഷന് പോവും. കാശ് ചോദിക്കും ചിലയിടത്ത് വിളിക്കാമെന്ന് പറയും, ആഗ്രഹിച്ചിരിക്കും. പിന്നെ അവരെ പ്രൊഡ്യൂസറിൻ്റെ ആരെങ്കിലുമൊക്കെ ഫിക്സായെന്ന് പറയും. പിന്നെ മടുത്തു. പിന്നെ അത് ഞാനും എൻ്റെ ഫ്രണ്ട് റിജിൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ മാക്സിമം നമ്മളെല്ലാം നല്ലത് കൊടുക്കും. അവർക്ക് ഇല്ലെങ്കിൽ വേണ്ടെന്ന് അപ്പം പറയുക, പക്ഷെ അത് പറയത്തില്ല അവർ നമ്മളെ ഇങ്ങനെ കൊതിപ്പിച്ചിട്ട് ലാസ്റ്റ് അവരെ ആരെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ
നമുക്കൊരു വിഷമം തോന്നും. പിന്നെ ഞാൻ വിചാരിച്ചത് വേണ്ട, എന്തിന് വെറുതെ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഡാൻസും ഇപ്പോൾ വീഡിയോസ് ആക്ടിങ്ങും അങ്ങനെ ആയിട്ട് പോകുന്നു. എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ചെയ്യാം, ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ പിടിച്ചു കയറും, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? എല്ലാം ഹോപ്പോടുകൂടി ഒരു ദിവസം റെഡിയാവും, അങ്ങനെ ഒരു ഹോപ്പോട് കൂടിയാണോ? ഹോപ്പും ഉണ്ട്, പിന്നെ ദൈവത്തിൻ്റെ ഇതും, പിന്നെ തലവര എന്ന് പറയുന്ന സാധനമുണ്ട്. എനിക്കിനിയിപ്പം ഫിലിമിൽ ആക്ടിങ് ആയിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഡാൻസറായിട്ടാണോ എനിക്കറിയത്തില്ല, കൊറിയോഗ്രാഫറായിട്ടോ എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇത് എല്ലാം വിട്ട് വൈഫിൻ്റെ കൂടെ പോകണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ആക്ടിങ് ആണ് ഇഷ്ടം. എപ്പോഴെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നു. കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അത് ഇങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ ചെയ്യും. അപ്കമിങ് പ്ലാൻസ് എന്തൊക്കെയാണ് ഇനി വരുന്ന ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും? ഈ പറഞ്ഞ പോലെ ഡാൻസിൻ്റെ ഇതിൽ എനിക്ക് പ്ലാനിങ് ഇല്ല. അത് മേ ബി എനിക്ക് നല്ലത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോവും, ഇല്ലെങ്കിൽ റിട്ടയർ ടൈം ഉണ്ട്, അപ്പോൾ ഡാൻസ് അങ്ങ് നിർത്തേണ്ടി വരും. ഇല്ലെങ്കിൽ ഡാൻസ് നിർത്തുമ്പോൾ, ഫിലിമിലത് ഞാൻ നിർത്തുമ്പോൾ ഒരു വലിയ ഡാൻസ് ക്ലാസ് തുടങ്ങണമെന്നാണ് ആഗ്രഹം. സിറ്റിയിൽ തന്നെ, ഇവിടെ അല്ല, വൈഫിൻ്റെ അവിടെ, പത്തനംതിട്ടയിൽ സീതത്തോട്. അവിടെ പപ്പയും മമ്മിയൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അപ്പോൾ അവിടെ ഇടാമെന്നാണ്. അവിടെ ഡാൻസ് ക്ലാസ് അങ്ങനെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇടാമെന്നുള്ളൊരു പ്ലാനിലാണ്. അല്ലെങ്കിൽ പിന്നെ ആക്ടിങ് ആണെങ്കിൽ മരിക്കുന്നവരെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതാണ് എൻ്റെ ആഗ്രഹം. ആക്ടിങ് ആണ് മെയിൻ എനിക്ക്. ഡാൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് എന്നെ ഇതുവരെ എത്തിച്ചത് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ആക്ടിങ്ങിൽ ഒരുപാട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ പോലെ മലയാളത്തിൽ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള നടനാണ് ഭയങ്കര, അതെ, കലോഹമണി. ചേട്ടൻ മാത്രം. എന്നെ സംബന്ധിച്ചോളം മണിച്ചേട്ടനാണ് എനിക്ക് ഫേവററ്റ്. വേറെ ആരും. പിന്നെ നമ്മുടെ ഷമ്മിത്തിലകൻ സാർ, പുള്ളിക്കാരൻ. വേറെ ആരും ഞാൻ ഇതൊരിക്കും അങ്ങനെ എടുത്തിട്ടില്ല. എല്ലാവരും നടന്മാർ തന്നെ, പക്ഷേ ഇവർ രണ്ടുപേരും എനിക്ക് ഫേവററ്റാണ്. ഫേവററ്റല്ല, ഭയങ്കര ഇതാണ് എന്ന് പറഞ്ഞാൽ അവർ ഏത് ക്യാരക്ടറും ചെയ്യും, അതാണ് ഒന്നാമത്തെ കാര്യം. ശൈലി അങ്ങനെ ഓരോന്നു. ബാക്കി എല്ലാവരും വലിയ വലിയ നടന്മാരായി കഴിഞ്ഞു, ഇവരും നടന്മാർ തന്നെ. പക്ഷേ എനിക്കെന്തോ ഇവർ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അവരിൽ നിന്ന് കുറേ പഠിക്കുന്നുണ്ട്. മണിച്ചേട്ടൻ എനിക്ക് വേറെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ അഭിനയത്തിൽ ഒരുപാട് നടന്മാർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഡാൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇന്ന ഒരാൾ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഇൻസ്പയർ ചെയ്ത ആളാണ്? ഞാൻ എൻ്റെ ശൈലിയിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇന്ന ഒരാളെ സ്റ്റൈലിൽ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ചെയ്തിട്ടുമില്ല. എൻ്റെ സ്റ്റൈൽ, ഒള്ളി എൻ്റെ സ്റ്റൈലിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഡാൻസും അഭിനയം ഒന്നിച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പം നമുക്ക് സിനിമയിലൊക്കെ അതുപോലെ പ്രഭുദേവ എന്നൊക്കെ പറയുമ്പോൾ ഡാൻസ് ആണെങ്കിലും അഭിനയമാണെങ്കിലും ആളെ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എത്തണം എന്നാണോ ആഗ്രഹിക്കുന്നത്? രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റണ, ഒരേ പാരലായി കൊണ്ടുപോകാൻ പറ്റണ പോലെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഈശ്വരൻ അങ്ങനെ നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഇപ്പം ആക്ടിങ് ആയിരുന്നാലും നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഏതെങ്കിലും ഒരു സോങ് കിട്ടുകയാണെങ്കിൽ അല്ല, നമുക്ക് സപ്പോർട്ടിങ് ക്യാരക്ടർ ആയിട്ടല്ല അതിലൊരു ഡാൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇപ്പം ഡാൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ത്രൂ ഔട്ട് കളിക്കാൻ പറ്റില്ല എന്നുള്ളൂ. സോ അപ്പം ഡാൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പം ആക്ടിങ്ങിനായിട്ട് പോവുകയാണെങ്കിൽ ഡാൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. ക്ലാസിക്കൽ ഡാൻസിലേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, അതൊന്നും നമുക്ക് പറ്റിയതല്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നാൽ ജസ്റ്റ് കാണിക്കുമെന്നല്ലാതെ അല്ല, നമുക്ക് അവരെ പോലെ ഒന്നും അത്രയൊന്നും, അതൊക്കെ ടെക്നിക്ക് പഠിക്കണം. അതൊന്നും ഞാൻ ഇതൊരിക്കും തൊട്ടുപോലും നോക്കിയിട്ടില്ല. ഭാവിയിൽ എപ്പോഴെങ്കിലും ക്ലാസിക്കൽ ഡാൻസും അഭിനയവും തമ്മിൽ ബന്ധമുള്ള ഒരു ക്യാരക്ടറൊക്കെ അഭിനയിക്കാൻ വന്നാൽ ഞാൻ പഠിക്കാൻ റെഡിയാണ്? പഠിച്ചേ പറ്റുള്ളൂ, പഠിക്കും. ഫുള്ളും പഠിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് മാക്സിമം മൂവിക്ക് വേണ്ടി എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള രീതിയിൽ ഞാൻ പഠിക്കും. അല്ലാതെ അതൊക്കെ പഠിക്കണമെങ്കിൽ ഒത്തിരി പാടാണ്. പക്ഷെ തയ്യാറാണോ? അത് ശ്രമിക്കാൻ തയ്യാറാണോ? ആക്ടിങ്ങിന് വേണ്ടി ഞാൻ എന്തും തയ്യാറാണ്. അതങ്ങനെയാണ്. അതിന് വേണ്ടി എന്തും തയ്യാറാണ്. ഡാൻസിന് വേണ്ടിയും എന്തും തയ്യാറാണ്. ഞാൻ
കൊച്ചാളോട്ട് ഹിപ്പ് ഹോപ്പ് ബിബോയിങ്ങും ആയിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഈ വെസ്റ്റേൺ മീൻസ് സിനിമാറ്റിക് അങ്ങനെ ചാനലുകളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിരമാസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റ് ആയത്. സോ അപ്പോൾ ഡാൻസിൻ്റെ ഓൾമോസ്റ്റ് എനിക്കറിയാം. ഇപ്പം ഡൈവിങ് ആയെന്നല്ല അതൊക്കെ നിർത്തി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കും. അപ്പോൾ അതിനുവേണ്ടി എന്തും തയ്യാറാണ്. ആക്ടിങ് ആയിരുന്നാലും ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങണതിനെ പറ്റി പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങുമ്പോൾ ഇപ്പം നമ്മൾ ത്രൂ ഔട്ട് ഡാൻസ് അഭിനയം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നേരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പഠിപ്പിക്കുമ്പോൾ ഉള്ളൊരു ഇൻറ്റൻഷൻ എന്തായിരിക്കും? നമുക്ക് പഠിപ്പിച്ച് സമ്പാദിക്കാം എന്നുള്ളതാണോ, അതോ കൂടുതൽ കുട്ടികളിലേക്ക് ഇപ്പം നമ്മുടെ ചൈൽഡ്ഹുഡ് അവരിൽ കണ്ടിട്ട് കൂടുതൽ കഴിവുള്ളവരെ വളർത്തിയെടുക്കണം, അങ്ങനെ ഏതായിരിക്കും ചൂസ് ചെയ്യുക? എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് പഠിപ്പിക്കുന്നതിൽ ക്ലാസ് എടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളെ കഴിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തോ എനിക്ക് അതിനോട് താല്പര്യമില്ല വലുതായിട്ട്. എനിക്ക് മിക്ക ക്ലാസ് കിട്ടുന്നതല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നത്. അത് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഡാൻസ് ചെയ്യണം എന്നാണ് താല്പര്യം. എനിക്ക് പഠിപ്പിക്കണം എന്നല്ല, ഡാൻസ് ചെയ്യണം, കൊറിയോഗ്രാഫി ചെയ്യണം, ആക്ട് ചെയ്യണം. ഇതാണ് മെയിൻ. പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ എല്ലാം അവസാനിച്ചു എന്ന് കഴിയുമ്പോൾ ഞാൻ പഠിപ്പിക്കുക. അതാണ് മെയിൻ. എന്താണ് ഞാൻ ഇനി എൻ്റെ ലൈഫിൽ ഡാൻസ് ഇല്ല, ആക്ടിങ് ഇല്ല എന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ ഡാൻസ് ക്ലാസ് തുടങ്ങുന്നു. എൻ്റെ ഫുൾ ഇതും അവിടെ വരുന്ന പിള്ളേർ കൊടുക്കുക. അതാണ് മെയിൻ. അതുവരെ ഞാൻ ഡാൻസ് ചെയ്യും, ചെയ്യുകയും ചെയ്യും, അഭിനയിക്കുകയും ചെയ്യും. എനിക്ക് സിനിമയിൽ കിട്ടിയില്ലെങ്കിലും ഞാൻ ഇതുപോലെ വീഡിയോയെങ്കിലും ചെയ്യും. അപ്പോൾ ഒരു തരത്തിൽ സിനിമയിലേക്ക് ഇനി അവസരങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലും ചെയ്യാന്നുള്ളത് അതിപ്പോൾ ഉള്ളൊരു സോഷ്യൽ മീഡിയയുടെ നമുക്കൊരു ഗുണമാണല്ലോ. നമുക്ക് നമ്മുടെ ടാലന്റ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. ഞാൻ ഇപ്പോഴല്ല ഇൻസ്റ്റോട്ടല്ല ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ. ഞാൻ മ്യൂസിക്കലി എന്ന് പറയും. അപ്പോഴും തൊട്ടേ ഉണ്ട്, ടിക്ടോക്ക് തൊട്ടേ ഉണ്ട്. ആ സമയത്തൊക്കെ ഒരുവിധം എനിക്ക് ഒരു മൂവിയൊക്കെ ആ സമയത്ത് കിട്ടിയതാ. അപ്പോഴൊക്കെ കോവിഡ് ടൈമൊക്കെ പിന്നെ ടിക്ടോക്ക് നിർത്തലാക്കി. ആ സമയത്ത് ഇൻസ്റ്റ ഉണ്ട്. അപ്പോൾ ഒരു 150 ഫോളോവേഴ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ വൈഫ്, പിന്നെ അതിലുള്ള ഫോളോവേഴ്സ്. അവർ കണ്ട ശേഷമാണ് ഞാൻ ഒരുവിധം ഇങ്ങനെ ആയത്. എനിക്ക് പിന്നെയും ചെയ്യാൻ തോന്നിയത്. സോ അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. യൂട്യൂബിലും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കും, വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ഇപ്പം എനിക്ക് മൂവി കിട്ടിയില്ലെങ്കിലും വീഡിയോസ് ചെയ്യും. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതെല്ലാം മതി, ഒന്നും റിസൾട്ട് കാണുന്നില്ല, അങ്ങനെ ഒരു ഡെസ്പറേഷൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ ഉറപ്പായിട്ട് അത് ഇല്ലാത്ത ആരുമില്ല അങ്ങനത്തെ സിറ്റുവേഷൻ. പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലും. പിന്നെ എൻ്റെ കളറിനെ പറ്റി പറയുന്നത് കറുപ്പല്ലേ, അതാണ്. അത് ഓഡീഷനിൽ ചെല്ലുമ്പോഴും ഇങ്ങനെയൊക്കെ ഇഷ്ടമല്ല. അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓഡീഷനിൽ തന്നെ ഞാൻ കറുപ്പായതുകൊണ്ട് പുള്ളിക്കാരെ എന്നെ പറഞ്ഞു വിട്ടു ഒന്നതരം. അതാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. നമുക്ക് കറുപ്പ് ഞാൻ ഉണ്ടാക്കിയതല്ല, അത് ഈശ്വരൻ തരുന്നതാണ്. നമ്മളൊന്നില്ലെങ്കിൽ ആ ക്യാരക്ടറിനനുസരിച്ചുള്ള ആൾക്കാരെ വിളിക്കണം. ഇന്ന ആളാണ് വേണ്ടത്. ഇത് ഓഡിഷൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ അതുകൊണ്ടാണ് പോകുന്നത്. ഇൻസൾട്ട് ചെയ്യരുത്. എന്തെങ്കിലും പറഞ്ഞങ്ങ് വിടുക. ഇത് വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്ത് ഒത്തിരി വിഷമമായിട്ടുണ്ട്. അന്ന് ഞാൻ വന്നിരുന്ന നല്ല രീതിയിൽ കരഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും പിന്നെ എൻ്റെ വൈഫ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എപ്പോഴേ കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലി വയ്ക്കുന്നത്. പക്ഷെ എൻ്റെ വൈഫ് നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ചെയ്തു പോകുന്നു. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഓഡിഷനിലൊക്കെ റേസിസം റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നത് ഈ ആക്ടിങ്ങിൽ മാത്രമല്ല കേട്ടോ, ഡാൻസിലും കളർ നോക്കി ഉണ്ട്. അത് നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിരുന്നാലും നമ്മൾ വെളുത്തൊരു പിടിച്ച ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ ഇടുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്, ഡാൻസിലും ഉണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിരിക്കുമ്പോഴും അങ്ങനെയുണ്ട്, കളറിൽ ഇമ്പോർട്ടൻസ് അവർ നോക്കാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിവിടെ അല്ല, ചെന്നൈ മാസ്റ്റേഴ്സ് വരുമ്പോൾ അങ്ങനെയൊക്കെ ഒന്നുണ്ട്. നമ്മളെ മാസ്റ്റേഴ്സൊന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ. അവർക്കറിയാം
നമ്മൾ ഡാൻസ് ഇവിടുത്തെ മാസ്റ്റേഴ്സ് ഡാൻസാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അവർ ഡാൻസ് അല്ല ശ്രദ്ധിക്കുന്നത്, കളറാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ കുറേ ഇത് നമ്മളെ മാസ്റ്റേഴ്സ് ഒന്നും അങ്ങനെ ഇതുവരെയും ചെയ്തിട്ടില്ല. കേരളത്തെ സംബന്ധിച്ച് ചെന്നൈയിലേക്കൊക്കെ കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഈ ഒരു സ്കിൻ കളറിന്റെ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട് അല്ലെ? ചെന്നൈ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് ഉണ്ട്. കേരളത്തിൽ തീരെ ഇല്ല എന്നാണോ? ഇല്ല, കേരളത്തിൽ കുറവ്, ചെന്നൈയിൽ ഒരുപാട്, അങ്ങനെയാണോ? ഇപ്പം ആക്ച്വലി ഒരു മൂവിക്ക് അനുസരിച്ചുള്ള ഡാൻസേഴ്സാണ്. ഇപ്പം ആ സോങ് വെഡ്ഡിങ് സോങ് ആണെങ്കിൽ അപ്പം അതിനനുസരിച്ചുള്ള ആൾക്കാരെയാണ് വിളിക്കുന്നത്. പക്ഷേ ഇവർ ഇന്ന വെളുത്ത ആൾക്കാർ വേണ്ട എന്ന് പറയും. മീൻസ് ഇപ്പം അവർ പറയത്തില്ല വെളുത്ത ആൾക്കാർ വേണോ വേണ്ടെന്ന് ചോദിക്കത്തില്ല. നമ്മളെ വിടുമ്പോൾ കറുത്ത ബോയ്സിനെ ബാക്കിലോട്ടാക്കിയിട്ട് വെളുത്ത ബോയ്സിനെ ഫ്രണ്ടിലോട്ട്. പക്ഷേ അവർ ഒരുവിധം കളിക്കുന്നവരാണെങ്കിൽ, ഞാൻ കുറ്റം പറയാനല്ല, ഡാൻസേഴ്സാണ് കളിക്കുന്നവരാണ്. സീനിയേഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ഇത്ര ഫിലിമുകൾ ചെയ്തവർ. അപ്പോൾ അവരൊക്കെ ഫ്രണ്ടിലിടണം. ഇതവരങ്ങനെയൊന്നും ചെയ്യില്ല. അവരെ ഡാൻസേഴ്സിനെ പിടിച്ച് ഫ്രണ്ടിലിടും, നമ്മളൊക്കെ പിടിച്ച് ബാക്കിലിടും. കഴിവിലുപരി സ്കിന്നിന്റെ കളർ ഒരു മാറ്ററായി വരുന്ന പോലെ ഉണ്ടാവാറുണ്ട്. മേ ബി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണതാണോ, അത് എൻ്റെ കൂടെ കളിക്കുന്നവർക്ക് ഫീൽ ചെയ്യണതാണോ, അതോ ആർട്ടിസ്റ്റിൻ്റെ കളർ അനുസരിച്ച് നിർത്തുന്നതാണോ എനിക്കറിയത്തില്ല. പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഇതൊക്കെ വന്നത്. അതുകൊണ്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിന് കുറ്റമൊന്നുമില്ല, എനിക്ക് ആരുടെ അടുത്ത് കുറ്റം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരുന്നാലും രക്ഷപ്പെടും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പിന്നെ ഇപ്പോൾ ആരെയും അടിച്ചു താഴ്ത്തിയിട്ട് എനിക്ക് ഒടുത്തും ചെല്ലണമെന്നും എനിക്ക് ആഗ്രഹമില്ല. ഇതുവരെ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നില്ലേ, ഇത് ഞാൻ ഈശ്വരനെ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് വരണമെന്ന് പറഞ്ഞു. വന്നില്ലേ നിമിത്തം. അതുപോലെ എനിക്ക് വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്, വരും, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് ഉണ്ടല്ലോ, ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്, ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൽ ഹാപ്പി എന്നുള്ളതിലുപരി എന്താ ഫീൽ ചെയ്യണേ? ഇവിടേക്ക് എത്തിപ്പെടാനാണ് ഒരു 10 കൊല്ലം മുമ്പ് ചിന്തിച്ചത്, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ പറയാറില്ലേ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, അതിലേക്കാണ് ഞാൻ 10 കൊല്ലം കഴിഞ്ഞ് എത്തിയത്, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ചെറുപ്പം മുതൽ ഇതുവരെ എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നോ? ചെറുപ്പത്തിൽ ഞാൻ ആലോചിച്ച പൈലറ്റ് ആവണമെന്ന്, അത് നടന്നില്ല. അത് കഴിഞ്ഞ ശേഷം ഞാൻ ആക്ടിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായിരുന്നു. അപ്പം ഇനി എൻ്റെ ലൈഫിൽ ആക്ടിങ് ആണ് മെയിൻ. അതിലോട്ട് മാത്രമേ ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഈ ലൈഫിൽ അങ്ങനെ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നു. എനിക്കിപ്പോൾ ചാൻസ് കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അതിലോട്ട് ഇനിയും ചെയ്തുകൊണ്ടിരിക്കും, ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എപ്പോഴും അത് മാത്രമേ ഉള്ളൂ ചിന്ത. ഒരു ചാൻസ് കിട്ടണേന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. മിക്ക ഇൻസ്റ്റയിലെ ഫ്രണ്ട്സിനെല്ലാം ചാൻസ് കിട്ടി അവർക്ക്. അപ്പോൾ എനിക്ക് മാത്രം ഒന്നും കിട്ടാത്തത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും ചിന്തിക്കും. അപ്പോൾ എൻ്റെ വൈഫ് പറയും, എപ്പോഴെങ്കിലും നിനക്കൊരു ചാൻസ് വെയിറ്റ് ചെയ്യും, എന്തെങ്കിലും ഒന്നും ഇരിക്കണായിരിക്കും, അതിനു വേണ്ടി ഇരിക്കും, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ അത് പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ വീഡിയോ ചെയ്യുന്നത് സിനിമയിലേക്ക് വരാനുള്ള സാധ്യത കൂട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് കുറച്ചും കൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടോ നമ്മുടെ കഴിവ് എക്സിബിറ്റ് ചെയ്യാനായിട്ട്? നമ്മളെ കഴിവ് കാണിക്കാം, സിനിമയിൽ എടുക്കണോ വേണ്ടെന്ന് അവരൊക്കെയാണ് തീരുമാനിക്കുന്നത്. ഒന്നത്തെ കാര്യം നമ്മൾ വേറൊരാൾ അനുഗ്രഹിച്ച് വെച്ച സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ കണ്ടൻറ്റ് അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ അഭിനയ ശൈലി അറിയാൻ പറ്റും. ഓരോന്നിനും ഓരോ ഡയറക്ടർമാർക്ക് ഓരോ ഇതാണ് വേണ്ടത്. അപ്പോൾ ചിലപ്പം പുതുമുഖങ്ങൾ വേണമെന്ന് തോന്നുമ്പോൾ ഈ പുള്ളിക്കാരനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ചെയ്ത് നോക്കുക, അവർക്ക് ഓക്കെ ആണെങ്കിൽ ശരി, അങ്ങനെ പോകും. അല്ല എല്ലാം നമുക്ക് ഈ വീഡിയോ തന്നെ ഇൻസ്റ്റയിൽ തന്നെ ശരിയാവണമെന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു, നമുക്ക് കഴിവുണ്ട് തെളിയിക്കുന്ന ഒരു സ്ഥലമാണ് അത്. ബാക്കിയെല്ലാം അവരുടെ കയ്യിലാണ്. അവൻ ചെയ്യും എന്നുള്ളൊരു ചിന്ത വരേണ്ടത് അവരുടെ കയ്യിലാണ്. പിന്നെ നമ്മളൊരു ചിന്ത അവർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ. ഒരു പക്ഷേ ഡാൻസും അഭിനയവും ഇതൊന്നും ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ മറ്റൊരു കരിയറായിട്ട് എന്ത് ചൂസ് ചെയ്തേനെ? എനിക്കറിയത്തില്ല കേട്ടോ, അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടില്ല. ചിന്തിച്ച് നോക്കിയിട്ടില്ല, ഇതൊരിക്കലും ചിന്തിച്ച് നോക്കിയിട്ടില്ല. ജോലിയായിരിക്കാം, ഏതെങ്കിലും
പഠിത്തത്തിൽ വീക്കാണ്, എന്തെങ്കിലും കൂലിപ്പണിയായിരിക്കും, അത് ഉറപ്പായിരുന്നു. അല്ല വേറെ ഒന്നും പഠിച്ച് രക്ഷപ്പെടാനൊന്നും എന്തായാലും നടന്നിട്ടില്ല. എന്തെങ്കിലും ജോലിയൊക്കെ ആയിട്ട് ഡ്രൈവറായിരിക്കാം, ഡ്രൈവിങ് ഇഷ്ടമാണ്, അപ്പം ഒന്നില്ലെങ്കിൽ ഡ്രൈവറായിരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കൂലിപ്പണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ല വേറെ ഇങ്ങനെ പഠിച്ച് വലിയ ആൾ ഇങ്ങനെ ഓഫീസിൽ അതൊന്നും ഞാൻ പഠിക്കണ്ടേ, നല്ല എങ്ങനെ ആവുള്ളൂ. ആ സമയത്തെ ഡാൻസ് എന്നുള്ള ചിന്തയിൽ നടന്നുണ്ട്. സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഏത് ഹീറോയിനാണ് അവർ ആക്ടിങ്, അത് മാത്രമേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളൂ. അവർ ആക്ട് ചെയ്യണ മെത്തേഡ് നോക്കും, ശൈലി, ടൈമിങ്, ക്യാമറ പൊസിഷൻ, ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പേഴ്സണലി ഞാൻ നോക്കുന്നത്. അല്ലാതെ ഞാൻ പിന്നെ എനിക്ക് കൂടുതലും ഫീലിംഗ് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കേസിൽ എനിക്ക് ഫീലിംഗ് ഒത്തിരി അവരെ എന്തോ എനിക്ക് അവരെ ഇതിൽ കുറച്ച് എനിക്ക് ഇച്ചിരി ഫീലിംഗ് ആണ് അവരെ കാര്യങ്ങളിൽ. ഓരോരോ പാർട്ടല്ലേ, അപ്പോൾ അവർക്ക് ഏറ്റവും ലാസ്റ്റുള്ളൊരു ഇതാണ്. അപ്പോൾ അതിന് മാത്രമേ എനിക്ക് ഇച്ചിരി വിഷമം വരാറുണ്ട്. ഇപ്പം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്, 10-11 പടങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീൽ എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡാൻസറായിട്ട് പോയപ്പോഴും എനിക്ക് അവരെ കാണുമ്പോൾ അത് ഫീലാവും. എന്താ പറഞ്ഞാൽ ഞാൻ നിന്നിട്ടുണ്ട്, അപ്പോൾ അവർ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ അവരവിടെ, അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തിട്ട് ആക്ടിങ് അങ്ങനത്തെ കാര്യങ്ങളിൽ അത് മാത്രമേ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളൂ. ഡാൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രീ ടൈമിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഡാൻസിനാണല്ലോ പോകുന്നത്, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി. ഒരു ഇൻസിഡന്റ് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരണേ? നമ്മളെ എനിക്കത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, മുമ്പ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു, ഇപ്പോൾ ഇവിടെ. അപ്പോൾ അവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എഫേർട്ടിനനുസരിച്ചുള്ളൊരു റെക്കഗ്നിഷൻ കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഓരോ ആൾക്കാർക്കും ഓരോ ഇതാണ്. എന്താ പറഞ്ഞാൽ ചിലപ്പം നല്ലപോലെ ആക്ട് ചെയ്യണവർ അതിലുണ്ട്, അല്ലാത്തവരുണ്ട്, കാശിന് വേണ്ടി വരുന്നവരുണ്ട്. അപ്പം നമുക്ക് അതിൽ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും പേര് ഒരു 10-50 പേര് വരുമ്പോൾ അതിലൊന്നും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അവരെ മൈൻഡിലുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് ആവശ്യത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിക്കും എന്നുള്ളൊരു മൈൻഡ് എൻ്റെ കാണുമല്ലോ. അപ്പം ഞാൻ ചിന്തിക്കില്ലേ, എന്തെങ്കിലും അതൊക്കെ നമ്മൾ ചിന്തിക്കും. അതുപോലെ എനിക്ക് ആ ഫീൽഡ് അവരിൽ നിൽക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, അവർ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക അറിയാവുന്ന കുറച്ച് പേര്. അപ്പം അങ്ങനത്തെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒട്ടുമിക്ക എല്ലാവരും ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റുമല്ലോ അത് എങ്ങനെയാണ് എന്തെന്നാണെന്ന്. അത് പിന്നെ അവർ വലിയ സ്റ്റാറൊക്കെ ആകുമ്പോൾ അവരതങ്ങ് മറക്കത്തില്ലേ. നമ്മൾ പലതും ചിന്തിക്കണം. എന്നെ സംബന്ധിച്ചോളം എനിക്കത് ഫീലാവും. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങനെ നിന്നിട്ടുണ്ട്. അവരെ വിഷമങ്ങൾ ഞാൻ ഒരിക്കലും അവരെ ഇപ്പം നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പം അവരെ അങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ പറയും. ഇപ്പം നമ്മൾ ദേഹത്ത് വന്ന് ഇടിക്കും, അവരൊരിക്കലും ദേഷ്യപ്പെടാൻ പോകത്തില്ല. അപ്പോൾ അത് മാന്യതല്ല. ഇപ്പം നമ്മൾ ഷോട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ദേഹത്ത് വന്ന് അവർ മനഃപൂർവ്വം ഇടിക്കുന്നതല്ല, വന്ന് ഇടിക്കാം. അപ്പം നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരും നമ്മൾ തമ്മിൽ വ്യത്യാസം. കുറച്ച് നീങ്ങിക്കാൻ പറയും, ചേട്ടാ ഒന്ന് നീങ്ങിക്കാൻ പറയും. പക്ഷെ അവർ ദേഷ്യപ്പെടുന്നവർ ഒത്തിരി ഉണ്ട്. എന്തോ അടിമകളെ പോലെയൊക്കെയാണ് പലരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു വിഷമമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് മുൻനിര താരങ്ങളുടെ ഒപ്പം ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസിങ് ഒക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലത്തെ എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടാവുമല്ലോ. ഇടയ്ക്ക് ചില തെറ്റുകൾ പറ്റുമ്പോൾ അത് നമ്മുടെ അടുത്തേക്കായിരിക്കും ആ തെറ്റുകൾ വരിക. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഭാഗ്യത്തിന് ഞാൻ ഡാൻസ് ചെയ്തതിൽ ഒരു മാസ്റ്റർമാർ എന്നെ ഇതൊരിക്കും തെറിയും പറഞ്ഞിട്ടില്ല, പിടിച്ച് മാറ്റി നിർത്തിയിട്ടില്ല. ഇത്രയും വർഷത്തിൽ ഇതൊരിക്കും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഇതൊരിക്കും വന്നിട്ടില്ല. ഏതെങ്കിലും താരങ്ങളുടെ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് ഒരിക്കലും ഇല്ല. അങ്ങനെ അവരൊക്കെ നമ്മളെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. അതുകൊണ്ട് ഇതൊരിക്കും അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ മെയിനായിട്ട് എനിക്ക് ഈ ലാസ്റ്റ് സുമതിയോളം മൂവിയിൽ സോങ് ചെയ്തപ്പോൾ അർജുന അശോകൻ സാറ് പുള്ളിക്കാരൻ വേറല്ല, ചിരിപ്പിച്ച് അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ ഇതൊരിക്കും കണ്ടിട്ടില്ല മൂവിയിൽ. ഇച്ചിരി ജാടൊക്കെ ഇട്ടിരിക്കും. പുള്ളിക്കാരൻ അടിപൊളിയാണ്. നമ്മളെല്ലാം ഡാൻസേഴ്സിനെ
എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിൽ കാണുന്നു, നല്ല സ്നേഹം. അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റിനെ എങ്ങനെ കാണുന്നു, അടിപൊളിയാണ് പുള്ളിക്കാരൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് സോങ് ഉണ്ടായിരുന്നു നമുക്ക് അതിൽ. മിക്കപ്പോഴും ചില ആർട്ടിസ്റ്റൊക്കെ നമ്മൾ അതിൽ ആ മൂവിയിൽ സെക്കൻഡ് സോങ് ഉണ്ടെങ്കിൽ ചിരിക്കും, ഇങ്ങനെയൊക്കെ ഉള്ളു. പുള്ളിക്കാരൻ്റെ നീയൊക്കെ പിന്നെ വന്നോ ഇന്നൊക്കെ കാര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം ബ്രേക്ക് ആണെന്നാലും നമ്മളെടുത്ത് വന്ന് സംസാരിക്കും, ഇരിക്കും. അങ്ങനത്തെ ഒരു മൈൻഡാണ്. ഞാൻ കുറ്റം പറയണില്ല, വേറെ ആരും കുറ്റം പറഞ്ഞല്ല. ചിലവരൊക്കെ ഇച്ചിരി ഇതായിരിക്കും, ബാക്കിയുള്ളവർ ഇങ്ങനെ ജോളിയാണ്. പക്ഷെ പുള്ളിക്കാരൻ വേറെ ടൈപ്പാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഏറ്റവും ആദ്യം സെറ്റിൽ വന്നപ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്തായിരുന്നു? നെഞ്ചിടുപ്പായിരുന്നു. ഞാൻ ഫസ്റ്റ് ഞാൻ ദിനേശ് മാസ്റ്ററിൻ്റെ സോങ്ങാണ് ചെയ്യുന്നത്. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്താ പുള്ളിക്കാരൻ ആ സമയത്തൊക്കെ ഭയങ്കര അവാർഡ് വാങ്ങിച്ചിട്ടൊക്കെ, നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്നത് കട്ട് മൂമെൻറ്റ്സ് ആണ്, സ്ലോവിൽ വന്നിട്ട് കട്ട് മൂമെൻറ്റ്സ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ടൈം പോകുമ്പോൾ എനിക്ക് എന്തോ പേടിയുണ്ടായിരുന്നു. ബട്ട് ഞാൻ ചെയ്തു. ഒരു 2-3 ഷോട്ടിൽ പുള്ളിക്കാരൻ തന്നെ എന്നെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തി. അതിനുശേഷം എനിക്ക് കോൺഫിഡൻറ്റ്. ബാക്കി എല്ലാ മാസ്റ്ററിൻ്റെ കൂടെയും ഞാൻ ചെയ്തു. ചാനലിലെ എല്ലാ മാസ്റ്ററിൻ്റെ കൂടെ ചെയ്തു. പ്രഭുദേവ മാസ്റ്റർ, രാജസുന്ദർ മാസ്റ്റർ അത് മിസ്സായി. രാജസുന്ദർ മാസ്റ്റർ മിസ്സായി. ഞാൻ ഈ സുഖല നടന്നു, അത് മിസ്സായി. ബാക്കി എല്ലാം മിക്കതും ചെയ്തിട്ടുണ്ട്. മനോജ് മാസ്റ്ററിനെ ഭയമാണ്, കിരൺ മാസ്റ്ററിനെ ഭയമാണ്. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ഗുരുക്കന്മാരിൽ ഒരു ഫിലിമിലെ. അവർ രണ്ടുപേരും ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. അതുപോലെ നമ്മുടെ മുഖം ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കുണ്ടാവും. സത്യം ഞാൻ എൻ്റെ ഡാൻസ് ഞാൻ പോയി കണ്ടിട്ടേ ഇല്ല. ഇതൊരിക്കും കണ്ടിട്ടേ ഇല്ല, തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണാൻ തോന്നാത്തത്? അതെനിക്ക് അറിയത്തില്ല. ഒരു പടം ഞാൻ കാണാൻ പോയായിരുന്നു, തല്ലുമല സോങ്ങിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ ആ ഷോട്ടിൽ എന്നെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഒരു മൂവിയും പോയി കാണില്ല. ഇപ്പോഴും ഞാൻ ചെയ്ത മൂവികളൊന്നും മിക്കതിലും ഞാൻ പോയി കണ്ടിട്ടില്ല. ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആ പടം അത് തല്ലുമല മാത്രമാണ് ഞാൻ പോയത്, അല്ലാതെ വേറെ ഒന്നും ഞാൻ ഇതായിരിക്കും. സത്യം പറഞ്ഞാൽ എത്ര മൂവി ചെയ്തെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഫാമിലിയുടെ കൂടെ പോയിരുന്ന് തിയേറ്ററിൽ പോയിരുന്ന് കാണണം? ഫാമിലിയിൽ ഞാനും എൻ്റെ വൈഫ് മാത്രമേ പോയിരുന്നു കാണുള്ളൂ. വൈഫ് പോയ ശേഷം ഞാൻ മൂവി കാണാൻ പോയിട്ടില്ല, ആണോ സത്യം. ഒറ്റയ്ക്ക് ഞാൻ പോയി കണ്ടിട്ടില്ല. വൈഫുള്ളപ്പോൾ ഞാനും വൈഫും മാത്രമാണ് പോയി കണ്ടുകൊണ്ടിരുന്നത്. അത് ഞാൻ ചെയ്ത സോങ്സ് അല്ല, വേറെ മൂവി അങ്ങനെ. അല്ലാതെ ഞാൻ യൂട്യൂബിലൊക്കെ എൻ്റെ ഡാൻസ് കാണണമെന്നുള്ളൂ, അല്ലാതെ ബിഗ് സ്ക്രീനിൽ കാണുന്ന ആഗ്രഹമുണ്ട്. അത് എൻ്റെ ആക്ടിങ് മാത്രം കാണണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇതെങ്ങനെ എൻട്രി ആയെന്ന് ചോദിച്ചില്ല എൻ്റെ അടുത്ത്. ഫിലിമിലോട്ട് എൻട്രി ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരു 3 വർഷം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക്. കിരൺ മാസ്റ്ററിൻ്റെ അവിടെ നിന്ന് നിർത്തിയിട്ട് ഡാൻസ് ചെയ്യുന്നില്ലായിരുന്നു, ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വണ്ണം വെച്ചു, ഒരു 120 ആയി. അപ്പം ഞാനപ്പം ഗ്യാപ്പിട്ടാണ് മൂവി ചെയ്തുകൊണ്ടിരുന്നത്. ഡാൻസ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ചെയ്താലായി, അങ്ങനത്തെ ഇതായിരുന്നു. അപ്പം ഞാൻ മാസ്റ്ററിൻ്റെ കൂടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ഉണ്ണിച്ചേട്ടനെ പോയി കണ്ടായിരുന്നു ഫെഫ്കയിൽ. ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കാര്യം, ചേട്ടാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, വണ്ണമൊക്കെ കുറയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പം മനോജേട്ടനും ഉണ്ടായിരുന്നു. ഉള്ള സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേരുമാണ് എന്നെ ഈ മൂവി ആക്ടിങ് കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞതും മൂവിയിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞതും നീ ഡാൻസിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ എന്നെ കൂടുതൽ വിട്ടതും ഇവർ രണ്ടൊരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ ഇനി 3 വ്യക്തികളാണ് എന്നെ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തില്ല. എൻ്റെ വൈഫ്, ഉണ്ണിച്ചേട്ടൻ, മനോജേട്ടൻ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സൊന്നുമില്ല, ഒരു 3-4 പേരേ ഉള്ളൂ. ഒന്ന് ഷൈജു, വിഷ്ണു, ചിങ്കൻ എന്ന് പറയും. സപ്പോർട്ടിങ് മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നും ആരുമില്ല. ഇപ്പം എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പം ഇവർ മാത്രമാണ് എനിക്ക് വേണ്ടി ഇവരെ കാര്യങ്ങൾ കളഞ്ഞിട്ട് എനിക്ക് വേണ്ടി നിൽക്കുന്നത്. വീഡിയോയ്ക്ക് ആയിരുന്നാലും ഇതും. ഇപ്പോൾ ഉണ്ണിച്ചേട്ടനായിരുന്നാലും മനോഹരനായിരുന്നാലും എനിക്കൊരു നീ എന്തെങ്കിലും ആവണം, എത്തണം എന്ന് ചിന്തിക്കുന്നതിൽ രണ്ടുപേരും അവരാണ്. അത് നല്ല ഉറപ്പുണ്ട്. എന്താ പറഞ്ഞാൽ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അതെനിക്ക് മനസ്സിലാക്കി തരണവരാണ്. നീ ഇങ്ങനെ ഇതാണ് പല കാര്യങ്ങളിലും എനിക്ക് നല്ലതേ പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് ചീത്തയൊന്നും അവർ ഇതൊരിക്കും വന്നു. പക്ഷെ അതിന് മുമ്പ് എനിക്ക് ചീത്ത ഒത്തിരി പലയിടത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ഡാൻസ് 3 വർഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. അതിനുശേഷം എനിക്ക് ഒരു 2ാം ജന്മം എന്നൊക്കെ പറയും.
എനിക്ക് തിരിച്ചെനിക്കൊരു ഈ ഒരു ഇത് തന്നത് അവർ രണ്ടുപേരും ഫെഫ്ക യൂണിയൻ. അതിൽ ഉണ്ണിച്ചേട്ടനും മനോജേട്ടനും, അവരെ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി സപ്പോർട്ടിങ് ആണ്. ഇപ്പോഴും എനിക്ക് സപ്പോർട്ടിങ് ആണ്. ഇപ്പോഴും എന്നെ എന്തുവാണെങ്കിലും നീ പോടാ, നീ സ്ട്രേറ്റ് അപ്പോൾ നടക്കട്ടെ, ബാക്കി നമ്മളുണ്ടെന്ന് പറയുന്നത് എൻ്റെ വൈഫ്, മനോജേട്ടൻ, ഉണ്ണിച്ചേട്ടൻ, പിന്നെ ഇപ്പം എൻ്റെ കൂടെയുള്ള 2 ഫ്രണ്ട്സ്, ഷൈജു, വിഷ്ണു, പിന്നെ അതിലൂടെ ഞാൻ. ഇത് തന്നെ എൻ്റെ ചെറിയ ഒരു ലൈഫിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ, ആഗ്രഹങ്ങൾ അതുപോലെ നടക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു സമയം നല്ലൊരു കോൺവെർസേഷൻ പറ്റിയതിലും ഇത്ര സമയം ചെലവഴിക്കാൻ പറ്റിയതിലും വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഇൻ അവർ ഫ്രെയിം. താങ്ക് യു.